ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പട്ടാമ്പി വാടാനംകുറിശ്ശിയിൽ വീട്ടുമുറ്റത്ത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയയാളെ തിരിച്ചറിഞ്ഞു. വീട്ടുടമ ജയന്തിയുടെ ബന്ധു ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര പയ്യംകുളത്ത് ചന്ദ്രശേഖരനാണ് മരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇയാൾ രാത്രി വീട്ടിലെത്തി ശരീരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ചൊവ്വാഴ്ച വാടാനംകുറിശ്ശി പൊയിലൂർ AS ഭവനത്തിൽ ജയന്തിയുടെ വീടിന്റെ തെങ്ങിൻ ചുവട്ടിലാണ് ചന്ദ്രന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് സമീപത്തു നിന്നും കുറച്ച് പണവും തീ കൊളുത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ലൈറ്ററും രക്തം കട്ട പിടിക്കാതിരിക്കാൻ കഴിക്കുന്ന ഗുളികയും തൂവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച മൃതദേഹം ചന്ദ്രശേഖരന്റെ മകനെത്തി തിരിച്ചറിഞ്ഞു. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബസ്വത്തായി ഓങ്ങല്ലൂരിലുള്ള സ്വത്തു തർക്കം ഉണ്ടായിരുന്നതായും പറയുന്നു. ഇക്കാര്യം പറഞ്ഞ് ചന്ദ്രൻ പിന്നീട് പലതവണ ജയന്തിയെ ഭീഷണി മുഴക്കിയിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വരെ വിളിച്ച് ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടതായി ജയന്തി പോലീസിന് മൊഴി നൽകി. അയൽ സംസ്ഥാനങ്ങളിൽ കുഴൽ കിണർ കുഴിക്കുന്ന ജോലി ചെയ്യുന്ന ചന്ദ്രശേഖരൻ പാലക്കാട് എത്തുമ്പോൾ പട്ടാമ്പിയിലെ ലോഡ്ജുകളിലാണ് താമസിക്കുക. മരിക്കുന്നതിന് തലേ ദിവസം കാരക്കാടിലുള്ള സുഹൃത്തിനെ വിളിച്ച് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാത്രിയോടെ പൊയിലൂരിലെ വീട്ടിലെത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിലിൽ തട്ടിയെന്നും ഇയാളെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് ഇയാൾ ശരീരത്തിന് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തീ കത്തുമ്പോൾ ശരീരത്തിന് ജീവനുണ്ടായിരുന്നുവെന്നും കരിയും പുകയും ആന്തരാവയവങ്ങളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇയാൾ ശരീരത്തിലൊഴിച്ചത് ഏത് ഇന്ധനമാണെന്നും അത് എവിടെ നിന്ന് കിട്ടിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷൊർണൂർ DYSP ഷാജു K എബ്രഹാം, ക്രൈംബ്രാഞ്ച് DYSP K വിജയകുമാർ, ഇൻസ്പെക്ടർ P വിഷ്ണു, SI KP അശ്വൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.